പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. BA എക്കണോമിക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു വിഷയമാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. ഈ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മാർജിനൽ കോൺസെപ്റ്റ്. മാർജിനൽ കോൺസെപ്റ്റ് എന്ന കോൺസെപ്റ്റ് വരുമ്പോൾ എന്താണ് മാർജിനൽ കോൺസെപ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾ ആണുള്ളത്. ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിളും മറ്റൊന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിളും. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ മാർജിനൽ കോൺസെപ്റ്റിൽ പറയുന്നത്. ചേഞ്ച് ഇൻ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇത് നമ്മൾ മാർജിനൽ കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ മാത്തമാറ്റിക്സിലെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറൻസിയേഷനും പാർഷ്യൽ ഡിഫറൻസിയേഷനും നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അപ്പോ നമുക്ക് ഇതിലെ ഓരോ കോൺസെപ്റ്റിലേക്കും പോവാം. നമ്മളിവിടെ ആദ്യം പറയുന്നത് യൂട്ടിലിറ്റിയാണ്. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ സാറ്റിസ്ഫാക്ഷൻ പവറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റിയിൽ ടോട്ടൽ യൂട്ടിലിറ്റിയും ഉണ്ട്, മാർജിനൽ യൂട്ടിലിറ്റിയും അതേപോലെ ആവറേജ് യൂട്ടിലിറ്റിയും ഒക്കെ നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചതാണ്. ടോട്ടൽ യൂട്ടിലിറ്റി പറഞ്ഞാൽ നമ്മൾ കൺസംഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആഗ്രിഗേറ്റ് സാറ്റിസ്ഫാക്ഷൻ. ഇതിനെ എന്ത് പറയാം? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് അഡീഷണൽ ആയിട്ട് ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്. നമ്മള് ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുകയാണ്. ഈ സമയത്ത് നമുക്ക് 100 നമ്മുടെ ഇതുവരെയുള്ള ടോട്ടൽ യൂട്ടിലിറ്റി. നമ്മൾ അഡീഷണൽ ആയിട്ട് 1 more യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് 110 ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി എത്ര? 10. ഓക്കെ. ഹിയർ 10 is the marginal utility. അപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയാ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അതിന് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി n മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി n മൈനസ് 1. ദിസ് എൻ ഇക്വേഷൻ. nth എന്ന കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് n മൈനസ് 1. അതിന്റെ മുന്നത്തെ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി അതിൽ നിന്ന് കുറയ്ക്കാൻ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടും. ഇതെങ്ങനെ മാത്തമാറ്റിക്കലായി ഇതിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഡിഫറൻസിയേഷന്റെ മാർജിനൽ യൂട്ടിലിറ്റി ഡിഫറൻസിയേഷൻ കാണുമ്പോൾ dTu ഡിവൈഡ് ബൈ dx. ഒരു കമ്മോഡിറ്റിയുടെ കേസ് മാത്രമാണെങ്കിൽ നമ്മൾ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുമ്പോൾ dTu ഡിവൈഡ് ബൈ dx. ചേഞ്ച് ഇൻ TU ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാകുന്ന മാറ്റം വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ് എന്ന കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നത് ചേഞ്ച് വരുമ്പോൾ. അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ കാണുക? നമ്മളെ ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ആണിത്. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ആണ് ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി കാണുന്നത്. നമ്മൾ ഒന്നിലധികം കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. നമ്മള് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ പഠിച്ചിട്ടുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇവിടെ 2 കമ്മോഡിറ്റിയുടെ കേസ് എടുത്തു. മാർജിനൽ യൂട്ടിലിറ്റി എക്സ് ഈക്വൽ ടു ഡോ യു ഡിവൈഡ് ബൈ ഡോ എക്സ് ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി വൈ ഈക്വൽ ടു ഡോ യു ഡിവൈഡ് ബൈ ഡോ വൈ. ഓക്കെ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. 2 യൂട്ടിലിറ്റി 2 കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി കാണുന്നത്. ഇതിൽ നിന്നും ഒന്ന് എക്സ് വെച്ചിട്ടും മറ്റൊന്ന് വൈ വെച്ചിട്ടും
ഡോ യു ഡിവൈഡ് ബൈ ഡോ എക്സ്. ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാകുന്ന ചേഞ്ച് എപ്പോ എക്സ് വെച്ചിട്ടാവുമ്പോൾ ഇവിടെ വൈ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെയോ എക്സ് കോൺസ്റ്റന്റും ആയിരിക്കും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ടി യു is equal to 9xy plus 5x plus y. Find the marginal utility of x and marginal utility of y. ഇവിടെ നമുക്ക് marginal utility of x കാണണം. Marginal utility of x is equal to 9xy. ഇതിന്റെ partial differentiation with respect to x എന്തായിരിക്കും? 9y plus 5. ഈ y എന്തായി? കോൺസ്റ്റന്റ് ആയിട്ട് പോയി. പിന്നെ marginal utility of y is equal to 9x plus 1. അപ്പോൾ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കാണുന്ന മാർഗം നമുക്ക് മനസ്സിലായി. ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് MPC ആൻഡ് MPS. MPC എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൺസംഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. അപ്പോൾ MPS ഓ ചേഞ്ച് ഇൻ സേവിംഗ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. MPC is equal to change in C by change in Y. Change in C by change in Y. That means change in consumption with respect to change in Y. ഇൻകത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് കൺസംഷനിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. MPSലോ ചേഞ്ച് ഇൻ S by ചേഞ്ച് ഇൻ Y. ഇത് നമ്മൾ ഡിഫറൻസിയേഷൻ വെച്ച് പറയുമ്പോൾ MPC is equal to DC divided by DY എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ആണ് MPC. അപ്പോൾ MPS ഓ സേവിംഗ് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ആണ് MPS. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് MPC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 to 1. MPCയുടെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലാണ്. അതുപോലെ MPSന്റെ വാല്യൂ 0ക്കും 1നും ഇടയിലാണ്. അതുപോലെ MPC പ്ലസ് MPS ഈക്വൽ ടു 1. ഒരാളുടെ ഇൻകത്തിന്റെ ഒരു ഭാഗം കൺസ്യൂം ചെയ്യും, മറ്റൊരു ഭാഗം സേവിങ് ചെയ്യും എന്നതിൽ നിന്നും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിലുള്ള ഒന്നാണ് APC, C by Y. APS, S by Y. APC എന്ന് പറയുമ്പോൾ കൺസംഷൻ ഡിവൈഡ് ബൈ ഇൻകം. ഒരു സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്തത് ഡിവൈഡഡ് ബൈ ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഇൻകം. അതുപോലെ തന്നെ APS എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് അദ്ദേഹം സേവ് ചെയ്ത് ഡിവൈഡഡ് ബൈ അദ്ദേഹത്തിന്റെ ഇൻകം. ഇതാണ് MPC, MPS ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ചില ഫംഗ്ഷനുകളിൽ, ചില എക്കണോമെട്രിക്സ് മറ്റു ഫംഗ്ഷനുകളിൽ MPC തന്നിട്ടുണ്ടാവും. ഉദാഹരണത്തിന് C is equal to A plus BY എന്നാണെങ്കിൽ ഇതിൽ ഈ B ആണെന്ത് MPC. ഓക്കെ, അപ്പോ ഇതെന്തെന്ന് ഇത് 2 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ ഈസ് ദ ഫംഗ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട്. C is equal to function of Q. ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് TC. TC is equal to TVC plus TFC. ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ഇതിന് അടുത്തത് AC. AC is equal to ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ Q. മറ്റൊന്ന് TVC by Q plus TFC divided by Q. നമ്മൾ കോസ്റ്റ് കറവ് വരക്കുമ്പോൾ ഇതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഇത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്.
ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ഇതില് AC എന്ന് പറയുന്നത് യു ഷേപ്ഡ് കർവായിരിക്കും. AC എന്ന് പറയുന്നത് യു ഷേപ്ഡ് കർവായിരിക്കും. ഇതില് നമ്മൾ ഒന്നുകൂടി പറയാറുണ്ട് MC എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിൽ അഡീഷണൽ ആയിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെ എന്താ പറയാ? MC എന്ന് പറയുന്നത്. MC n ഈക്വൽ ടു TCn മൈനസ് TCn മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ട് പറയുമ്പോൾ MC is equal to DTC divided by DQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ആണ് MC കർവ് എന്താണ്? യു ഷേപ്ഡ് ആണ്. MC കർവ് എന്താണ്? യു ഷേപ്ഡ് ആണ്. ഇപ്പോൾ നമ്മള് MC പറഞ്ഞു, അതുപോലെ തന്നെ AC പറഞ്ഞു. ഇത് AC കർവും ഇത് MC കർവും. ഇത് തമ്മിൽ 3 റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറയാറുള്ളത്. ഇത് മൈക്രോയില് നിങ്ങൾ പഠിച്ചതായിരിക്കും. ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ഡിക്രീസ് ചെയ്യുമ്പോൾ MC ലെസ് ദാൻ AC ആയിരിക്കും. അപ്പൊ MC ലെസ് ദാൻ AC ആയിരിക്കും. അപ്പൊ AC ആയിരിക്കും MC-നെക്കാട്ടും കൂടുതൽ. സെക്കൻഡ്, AC ആൻഡ് MC ഈക്വൽ ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ഈസ് മിനിമം. AC മിനിമത്തിൽ എത്തുമ്പോൾ AC MCയും ഈക്വൽ ആയിരിക്കും. തേർഡ് വൺ ഈസ് AC ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് MC ഈസ് ഗ്രേറ്റർ ദാൻ AC. മൂന്നാമത്തത് MC ഈസ് ഗ്രേറ്റർ ദാൻ AC. ഇതാണ് ACയും MCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോബ്ലം. ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു C ഈക്വൽ ടു Q ക്യൂബ് മൈനസ് 4Q സ്ക്വയർ പ്ലസ് 6Q. ഇതിൽ നിന്നും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് AC. ഫൈൻഡ് AC. AC is equal to TC by Q. Q cube minus 4Q square plus 6Q divided by Q is equal to Q square minus 4Q plus 6. രണ്ടാമത് പറഞ്ഞത് ഈ ഫൈൻഡ് MC എന്ന് പറഞ്ഞാൽ DTC divided by DQ. ഇതിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എന്തായിരിക്കും? Q സ്ക്വയർ. Q ക്യൂബ് 3ൽ നിന്ന് 1 കുറക്കുമ്പോ സ്ക്വയർ. അതുപോലെ തന്നെ ഈ 3 മുന്നോട്ട് 3Q സ്ക്വയർ മൈനസ് ഇത് ഇങ്ങോട്ട് വരുമ്പോ ഇതിനെ കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ 8Q പ്ലസ് 6 is a MC. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഔട്ട്പുട്ട് ആക്ടിവിറ്റി AC is minimum. AC മിനിമത്തിലെത്തുമ്പോഴുള്ള ഔട്ട്പുട്ട്. അതുപോലെ തന്നെ 3 ഔട്ട്പുട്ട് ആക്ടിവിറ്റി AC is minimum. അപ്പൊ ഇതിന്റെ മിനിമം കാണണമെങ്കിലുള്ള പ്രക്രിയ എന്താ? ഫസ്റ്റ് ഡിഫറൻസിയേഷൻ 0 ടിക്കറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഡിഫറൻസിയേഷൻ എന്ത് ചെയ്യാം? സെക്കൻഡ് ഡിഫറൻസിയേഷൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആദ്യം ACന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. ACന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ AC is മിനിമം കാണുമ്പോൾ എന്താണ്? ACന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ആദ്യം കാണാം. DAC divided by DQ. ഇതിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ Q സ്ക്വയർ മൈനസ് 4Q പ്ലസ് 6 എന്തായിരിക്കും? 2Q മൈനസ് 4. ഇനി ഇതിന്റെ സെക്കൻഡ് ഡിഫറൻസിയേഷൻ ആണ്. ഇതിന്റെ സെക്കൻഡ് ഡിഫറൻസിയേഷൻ എന്താണ്? ഇതിന്റെ സെക്കൻഡ് ഡിഫറൻസിയേഷൻ കാണണം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് 0 ഇക്വേറ്റ് ചെയ്യണം. 2Q is equal to 4Q is equal to 2.
ഇനി ഇതിന്റെ സെക്കൻഡ് ഡിഫറൻസ് ഡി സ്ക്വയർ എ സി ഡിവൈഡഡ് ബൈ ഡി ക്യൂ സ്ക്വയർ. ഇതിന്റെ സെക്കൻഡ് ഡിഫറൻസിയേഷൻ കാണുമ്പോൾ 2 എന്ന് കിട്ടും. ദിസ് എ ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട മിനിമം എത്ര ഔട്ട്പുട്ട് ലെവല്? Q is equal to 2. Q is equal to 2 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഈ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം എന്തിൽ കൊടുക്കണം? എ സിയിൽ കൊടുക്കണം. അപ്പോഴാണ് ഇപ്പൊ നമുക്ക് മിനിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടി. അതെത്ര? Q is equal to 2 ആണ്. അപ്പോൾ മിനിമം എ സി എത്ര? എന്താ ചെയ്യേണ്ടത്? ഈ ഇവിടെ കിട്ടിച്ചു ആദ്യത്തെ എ സി എന്ന ഇതിൽ കൊടുക്കാം. അപ്പൊ എത്ര കിട്ടും? 2 സ്ക്വയർ മൈനസ് 4 into 2 പ്ലസ് 6. അപ്പൊ എത്രയായി? 2 സ്ക്വയർ 4 മൈനസ് 8 പ്ലസ് 6 ഈക്വൽ ടു 2. അപ്പൊ മിനിമം എ സി 2 അതുപോലെ തന്നെ മിനിമം എ സിയിലുള്ള ഔട്ട്പുട്ട് ലെവല് 2 ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്പുട്ട് ആക്ടിവിറ്റി എം സി ഈസ് മിനിമം. എം സി മിനിമം ആവുന്ന ഔട്ട്പുട്ട് എത്ര? നാലാമത്തതാണ്. എം സി എത്ര? 3q സ്ക്വയർ മൈനസ് 8q പ്ലസ് 6. ആദ്യം ചെയ്യണം എം സിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ കാണണം. എം സിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എന്തായിരിക്കും? ഡി എം സി ഡിവൈഡഡ് ബൈ ഡി ക്യൂ. എത്രയായിരിക്കും? 6q മൈനസ് 8. ഇത് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ 6q is equal to 8. q is equal to 8 by 6 equal to 4 by 3. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ സെക്കൻഡ് ഡിഫറൻസിയേഷൻ കാണാം. സെക്കൻഡ് ഡിഫറൻസിയേഷൻ എന്തായിരിക്കും? ഡി സ്ക്വയർ എം സി ഡിവൈഡഡ് ബൈ ഡി ക്യൂ സ്ക്വയർ. ദാറ്റ് ഈസ് ഹിയർ എന്തായിരിക്കും? 6 ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് മിനിമം ആണ്. സെക്കൻഡ് ഡിഫറൻസിയേഷൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം മിനിമം ലെവൽ. അപ്പൊ മിനിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എത്ര? മിനിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് 4/3. അതുപോലെ 4/3. ഇനി മിനിമം എം സി കാണണം. എം സി കാണാൻ ഈ എം സിന്റെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയ മിനിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൊടുക്കുക. അപ്പോ 3 into 4/3 സ്ക്വയർ മൈനസ് 8 into 4/3 പ്ലസ് 6. അപ്പൊ നമുക്ക് 0.76 കിട്ടും. അപ്പൊ ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്? കോസ്റ്റ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം വൈസ് ക്വസ്റ്റ്യൻ വരിക. ഒരു കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ട് എ സി കാണാനുണ്ടാവും, എം സി കാണാനുണ്ടാവും, മിനിമം ടോട്ടൽ കോസ്റ്റ് മിനിമം ലെവലിലെത്തിന് ഔട്ട്പുട്ട് ഉണ്ടാവും. അതുപോലെ എ സി വെച്ചിട്ട് മിനിമം ചെയ്യാനുണ്ടാവും, എം സി വെച്ചിട്ട് മിനിമം ചെയ്യാം. അത് രണ്ടും നമ്മളിപ്പോ ചെയ്തു. ഇതുപോലുള്ള ക്വസ്റ്റ്യനുകളായിരിക്കണം. ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത്, മിനിമം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഏതൊരു ഫംഗ്ഷന്റെ മിനിമം ആണോ കാണാൻ പറയുന്നത്. എ സി ആണെങ്കിൽ എ സി കണ്ടിട്ട് അതിന്റെ മിനിമം കാണാനും, എം സി കണ്ടിട്ട് എം സിയുടെ മിനിമം കാണാനും, ടോട്ടൽ കോസ്റ്റിന്റെ മിനിമം കാണാനും ചെയ്യേണ്ടത് ആദ്യം അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ കാണാം. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ കണ്ടു, അതിനുശേഷം അത് 0 ഇക്വേറ്റ് ചെയ്യാം. 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു വാല്യൂ, എന്നിട്ട് എന്ത് ചെയ്യാം? സെക്കൻഡ് ഡിഫറൻസിയേഷൻ കാണാം. അതില് വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ ഇവിടെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ 0 ഇക്വേറ്റ് ചെയ്ത വാല്യൂ ഏതാണോ അതായിരിക്കും മിനിമം ലെവൽ ഓഫ് ലെവല്. അതുപോലെ തന്നെ നമുക്ക് 0 ടിക്കറ്റ് ഒരു വാല്യൂ കിട്ടിയിട്ടുള്ളൂ.
അങ്ങനെ സെക്കൻഡ് ഡിഫറൻസിയേഷൻ കണ്ടു. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ 0 ടിക്കറ്റ് ചെയ്ത വാല്യൂ ആണ് മിനിമം. ഓക്കെ, ഇതാണ് മിനിമവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മള് അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ഒരു കോൺസെപ്റ്റ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് മാറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ, ഫംഗ്ഷൻ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. Q is equal to function of L, K. ഇതിൽ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ്. ആവറേജ് പ്രൊഡക്റ്റ് അറിയുമ്പോൾ ഷോർട്ട് റണ്ണിന്റെ കേസ് എടുക്കുമ്പോൾ ഷോർട്ട് റണ്ണിൽ ഒരു ഫാക്ടർ മാത്രമേ വേരിയബിൾ ഉണ്ടാവുള്ളൂ, മറ്റുള്ള ഫാക്ടേഴ്സ് ഫിക്സഡ് ആയിരിക്കും. ഷോർട്ട് റണ്ണിൽ ഇവിടെ നമ്മൾ ലാബറും ക്യാപിറ്റലും ഉണ്ട്. അപ്പൊ ആവറേജ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? ആവറേജ് പ്രൊഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ലാബർ, ആവറേജ് പ്രൊഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു കെ. APL is equal to TP divided by L, APK is equal to TP divided by K. അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റിന്റെ കേസ് എടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് കേസ് ഉണ്ടാവും. ഒന്ന് MTL, ഒന്ന് MPK. ഇവിടെ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷനാണ് നമ്മൾ എടുക്കുക. ഡോ TP ഡിവൈഡഡ് ബൈ ഡോ L, ഡോ TP ഡിവൈഡഡ് ബൈ ഡോ K. ഈ രീതിയിലാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും എടുക്കാറുള്ളത്. ഇതിന്റെ മൈക്രോ എക്കണോമിക് വശങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതായിരിക്കും. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, അതേപോലെ റിട്ടേൺസ് ടു സ്കെയിൽ, ഈ സാധനങ്ങളെല്ലാം നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. Q is equal to 10 plus 6L minus L square. ഇതിൽ നിന്നും ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലാബർ കാണും. ഇത് ലാബർ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലാബർ എന്തായിരിക്കും? 10 plus 6L minus L square divided by L, 10 by L plus 6 minus L. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലാബർ എന്തായിരിക്കും? 10 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒഴിവാകും. പിന്നെ ഉണ്ടാവുക 6 minus 2L. ഇവിടെ നിന്നും നമുക്ക് മിനിമം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കിട്ടണം. മിനിമം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ MPL കണ്ടു. MPL ആദ്യം 0 ടിക്കറ്റ് ചെയ്യുക. 0 ടിക്കറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 6L is equal to 6 by Q is equal to 3 ആയിരിക്കും. ഇനി ഇതിന്റെ MPLന്റെ സെക്കൻഡ് ഡിഫറൻസിയേഷൻ കാണുമ്പോൾ നമുക്ക് കിട്ടും -2 ആയിരിക്കും കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ മാക്സിമം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 0ക്ക് അടിയിലായിരിക്കണം സെക്കൻഡ് ഡിഫറൻസിയേഷൻ. ഇവിടെ നമ്മള് 6 minus 2L, 6 minus 2Lന്റെ ഡിഫറൻസിയേഷൻ ഒന്നുകൂടി കാണുമ്പോൾ MPL ഡാഷ് കാണുമ്പോൾ -2 കിട്ടും. -2 0ക്ക് അടിയിലാണ്. അപ്പൊ നമ്മളെ മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു L ലാബർ വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഈ ടോട്ടൽ പ്രൊഡക്ഷന്റെ ഭാഗത്തിൽ നിന്നും എന്തൊക്കെ വരാൻ ചാൻസ് ഉള്ളത്? APL കാണണം, APK കാണാൻ ചോദിക്കും, MPL കാണാൻ ചോദിക്കും, MPK കാണാൻ ചോദിക്കും. അതുപോലെ മാക്സിമം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, ഈ കാര്യങ്ങളായിരിക്കും ഇവിടെ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗം. ഓക്കെ, അപ്പൊ നമ്മള് മാർജിനൽ കോൺസെപ്റ്റിന്റെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞു. ഇതിൽ നമ്മള് പറഞ്ഞത് യൂട്ടിലിറ്റി പറഞ്ഞു, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം പറഞ്ഞു, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് പറഞ്ഞു, കോസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞു, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞു. ഇത് നമ്മള് സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. സെക്കൻഡ് പാർട്ടിൽ റവന്യൂ, അതുപോലെ തന്നെ
ഇലാസ്റ്റിസിറ്റി ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും സെക്കൻഡ് പാർട്ട്. ഓക്കെ, താങ്ക് യു.